അപ്പോൾ ഞായറാഴ്ചത്തെ കസ്റ്റമറിൻ്റെ വീട്ടിലേക്കാണ് ഇന്ന്. അവർക്ക് രണ്ടുപേർക്കും ഓഫീസിൽ പോകണമായിരുന്നു. അല്ലെങ്കിൽ ആ കൊച്ച് മോളിവിടെ ഇരുന്നാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മോൾക്കും പോകണമായിരുന്നു. അപ്പോൾ എന്നോട് പറഞ്ഞ് ചേച്ചി എല്ലാം കഴിഞ്ഞിട്ട് ചാവി ഇവിടെ വെച്ചിട്ട് പോയാൽ മതി. ഇതിന് മുന്നേ പഴയ വീട്ടിലായിരുന്നപ്പോഴും വില്ലയിലായിരുന്നപ്പോഴും അങ്ങനെയായിരുന്നു. അന്നൊരു ദിവസം ഇതേപോലെ പോയി ഡ്യൂട്ടിക്ക് ചാവി എൻ്റെ കയ്യിൽ തന്നിട്ട് പോയി. അന്ന് ഇതേപോലെ നേരത്തെയാണ്. അപ്പം ഡ്രൈവർ വന്നിന്ന് വിളിച്ച്, അന്ന് 7ാമത്തെ നിലയിലായിരുന്നു. അപ്പോഴും സ്പീഡിന് ഡ്രൈവർ വിളിച്ച് വെപ്രാളത്തിലിറങ്ങി ബാഗും വേസ്റ്റും എല്ലാം കൂടെ എടുത്തുകൊണ്ട് പോയപ്പോഴത്തേന് വേസ്റ്റ് കൂടെ ഫോണങ്ങ് പോയി. അങ്ങനെ ഫോണ് പൊട്ടി. അങ്ങനെയാണ് പുതിയ ഫോൺ വാങ്ങി. അതേപോലെ ഇന്നിപ്പം ഞാൻ ഇറങ്ങി 8:30 തന്നെ ഇറങ്ങി. 11:30 ആകുമ്പോൾ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ടൈമായി. അതിന് മുന്നേ ഞാൻ എല്ലാം തീർത്ത്. ഇന്നിപ്പം അവർക്ക് സാമ്പാർ വേണമെന്ന് പറഞ്ഞ് സാമ്പാർ വെച്ച്, ചോറ് വെച്ച്, പിന്നെ ബീറ്റ്റൂട്ട് തോരൻ വെച്ച്, പിന്നെ പാലക്ക് തോരൻ വെച്ച്, പിന്നെ ഇന്നലെ മാങ്ങ ചമ്മന്തി ഉണ്ടാക്കി കൊടുത്തായിരുന്നു. അപ്പോൾ ഇന്നും അത് വേണമെന്ന് പറഞ്ഞിട്ട് പോയി മോള്. പിന്നെ ചിക്കൻ കുരുമുളക് ഇട്ട് വയ്ക്കാൻ പറഞ്ഞു. അങ്ങനെ ചിക്കൻ കുരുമുളക് ഇട്ട് വെച്ച്, പിന്നെ കിച്ചണെല്ലാം വൃത്തിയാക്കി എല്ലാം കഴിഞ്ഞ്. പിന്നെ പോകാൻ നേരത്തെ എന്തൊക്കെ പറഞ്ഞ് ചേച്ചി ചായ ഇട്ട് കുടിക്കണേ, പാല് ഫ്രിഡ്ജിൽ ഇരിക്കണമെന്ന് പറഞ്ഞു. പിന്നെ ചായ ഇട്ട് കുടിച്ച് എല്ലാം കഴിഞ്ഞ് ഇനി വേസ്റ്റും കളഞ്ഞിട്ട് പോയാൽ മതി. 11:30 ഇപ്പം വരും ഡ്രൈവർ. ഇന്നലെ വീഡിയോ എടുത്തതായിരുന്നു. ഇന്നലെ ശനിയാഴ്ചത്തെ കസ്റ്റമറുടെ ഞാൻ കുക്ക് ചെയ്യുന്നതും എല്ലാം വീഡിയോ എടുത്തിരുന്നു. പക്ഷേ പിന്നെ ഇന്നലെ അവിടെ അങ്കമാലി മാങ്ങ കറിയൊക്കെ വെച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ വീഡിയോ എടുത്തതായിരുന്നു. പക്ഷേ അത് ഇടാൻ പറ്റിയില്ല. അതിൽ കുറച്ച് കൊച്ചു തകരാറുകളുണ്ടായിരുന്നു. അതുകൊണ്ട് ആ വീഡിയോ ഇട്ടില്ല. അപ്പം ഡ്രൈവർ വരാറായി പോണു.